ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് ക്ലാസ് 6 ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പൂർവി ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാക്കാം. ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? എ ബോട്ടിൽ ഓഫ് ഡ്യൂ. പാർട്ട് 1ൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. Ramnatha went home and after talking to his wife started cleaning his large fields which had been lying empty all these years. രാംനാഥൻ എന്ത് ചെയ്തു? വെൻറ്റ് ഹോം, വീട്ടിലേക്ക് പോയി. രാംനാഥൻ വീട്ടിലേക്ക് പോയി. സേജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്, ആ ഋഷി, ആ ജ്ഞാനിയായ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് രാമനാഥൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ആൻഡ് ആഫ്റ്റർ ടോക്കിംഗ് ടു ഹിസ് വൈഫ്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എന്തായിരുന്നു സേജ് പറഞ്ഞിരുന്നത്? നീ വാഴ നട്ടുപിടിപ്പിക്കണം, എന്നിട്ട് അതിൽ വിൻ്റർ സമയത്തുണ്ടാകുന്ന ഡ്യൂ ഡ്രോപ്സ്, മഞ്ഞുതുള്ളികൾ ശേഖരിക്കണം, കളക്ട് ചെയ്യണം, എന്നിട്ടത് 5 ലിറ്റേഴ്സ് ആകുമ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. എന്നാൽ ഞാൻ മന്ത്രം ജപിച്ചിട്ട് അതിൽ നിന്ന് മാജിക് പോഷൻ ഉണ്ടാക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ രാംനാഥൻ ആ കാര്യങ്ങളൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ വൈഫിനോട് പറഞ്ഞു. വിച്ച് ഹാഡ് വൈഫ് സ്റ്റാർട്ടഡ് ക്ലീനിങ് ഹിസ് ലാർജ് ഫീൽഡ്സ്. അപ്പോൾ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു അവരുടെ ലാർജ് ഫീൽഡ്സ്, ആ വലിയ ഫീൽഡ്സ്, വലിയ കൃഷിയിടങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു, തുടങ്ങി. വിച്ച് ഹാഡ് ബീൻ ലയിങ് എംറ്റി ഓൾ ദീസ് ഇയേഴ്സ്. അതെങ്ങനെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്? എംറ്റി, കാലിയായി കിടപ്പായിരുന്നു. ലയിങ് എംറ്റി എന്ന് പറഞ്ഞാൽ കാലിയായി കിടപ്പായിരുന്നു. ഇത്രയും വർഷങ്ങൾ ആ ഫീൽഡ്സ് കാലിയായി കിടപ്പായിരുന്നു. രാംനാഥൻ തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല, കാലിയായി കിടപ്പായിരുന്നു. അപ്പോൾ അവനും ഭാര്യയും കൂടെ അതെല്ലാം ക്ലീനാക്കി. There he planted rows and rows of banana plants. റോസ് എന്ന് പറഞ്ഞാൽ നിരനിരയായിട്ട് അല്ലെങ്കിൽ വരിയായിട്ട് അവൻ എന്ത് ചെയ്തു? ബനാന പ്ലാന്റ്സ്, വാഴ നട്ടു. ഹി ടെൻഡഡ് ദം കെയർഫുള്ളി. ടെൻഡഡ് എന്ന് പറഞ്ഞാൽ ലുക്ഡ് ആഫ്റ്റർ, അതായത് നന്നായിട്ട് പരിപാലിച്ചു, നന്നായിട്ട് നോക്കി നടത്തി. കെയർഫുള്ളി, ശ്രദ്ധയോടുകൂടി അത് നോക്കി നടത്തി. ആൻഡ് ഡ്യൂറിങ് ദ വിൻ്റർ മന്ത്സ് കളക്റ്റഡ് ദ ഡ്യൂ ദാറ്റ് ഫോംഡ് ഓൺ ദം. ഡ്യൂറിങ് ദ വിൻ്റർ സമയമായപ്പോൾ, തണുപ്പ് കാലമായപ്പോൾ എന്ത് ചെയ്തു? അതിൽ ഫോം ചെയ്തിട്ടുള്ള, അതിൽ ഉണ്ടായിട്ടുള്ള മഞ്ഞുതുള്ളികൾ, മഞ്ഞുതുള്ളികൾ അവൻ കളക്ട് ചെയ്തു. വിത്ത് ഗ്രേറ്റ് കെയർ, വളരെ ശ്രദ്ധയോടുകൂടി അത് കളക്ട് ചെയ്തു. ഹിസ് വൈഫ് ഹെൽപ്ഡ് ഹിം ടു. അതിന് അവൻ്റെ വൈഫ് അവനെ സഹായിക്കുകയും ചെയ്തു, നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. മധുമതി ഗാതേർഡ് ദ ബനാന ക്രോപ്പ്, took it to the market and got a good price for it. മധുമതി എന്ത് ചെയ്തു? ഗാതേർഡ് എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്തു. ദ ബനാന ക്രോപ്പ്, ആ ബനാന ക്രോപ്പ് അതായത് വാഴയിൽ നിന്ന് നമുക്ക് കിട്ടുക പഴം ലഭിക്കും അല്ലേ. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വിള, അതിൽ നിന്ന് ലഭിക്കുന്ന വിള, ഹാർവെസ്റ്റ്. അപ്പോൾ ആ വിള, അത് പഴം, അതെല്ലാം ശേഖരിച്ചിട്ട് മധുമതി എന്ത് ചെയ്തു? took it to the market, മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി. ആൻഡ് ഗോട്ട് എ ഗുഡ് പ്രൈസ് ഫോർ ഇറ്റ്. മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് അവർക്ക് നല്ലൊരു വിലയും ലഭിച്ചു, അതിന് കാശും ലഭിച്ചു. ഓവർ ദ ഇയേഴ്സ് രാംനാഥ പ്ലാന്റഡ് മോർ ആൻഡ് മോർ പ്ലാന്റ്സ് ആൻഡ് ദേ ഹാഡ് എ ഹ്യൂജ് ബനാന പ്ലാന്റേഷൻ. അപ്പോൾ രാംനാഥ ഒരുപാട് പ്ലാന്റ്സ് നട്ടുപിടിപ്പിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ദേ ഹാഡ് എ ഹ്യൂജ് ബനാന പ്ലാന്റേഷൻ, അവർക്ക് ഒരു വലിയ ബനാന പ്ലാന്റേഷൻ, അതായത് വാഴത്തോട്ടം തന്നെ ഉണ്ടായി. At the end of 6 years, 6 വർഷത്തിന് ഒടുവിൽ ഹി ഫൈനലി ഹാഡ് ഹിസ് 5 ലിറ്റേഴ്സ് ഓഫ് ഡ്യൂ. അദ്ദേഹത്തിന് അവസാനം 5 ലിറ്റേഴ്സ് ഓഫ് ഡ്യൂ ലഭിച്ചു. 5 ലിറ്റേഴ്സ് ഓഫ് ഈ മഞ്ഞുതുള്ളി ലഭിച്ചു. അപ്പോൾ 6 വർഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ അധ്വാനിച്ച് ഒരുപാട് വാഴയൊക്കെ നട്ടുപിടിപ്പിച്ച് വാഴത്തോട്ടം തന്നെ ഉണ്ടാക്കി. എന്നിട്ട് 6 വർഷത്തിനൊടുവിൽ അദ്ദേഹത്തിന് 5 ലിറ്റേഴ്സ് ഓഫ് ഡ്യൂ ലഭിച്ചു. 5 ലിറ്റേഴ്സ് ഓഫ് ഡ്യൂ കളക്ട് ചെയ്തിട്ട് ആ സേജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്താൽ അദ്ദേഹം മാന്ത്രിക മരുന്ന് ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് വിശ്വസിച്ച് രാമനാഥൻ എന്ത് ചെയ്തു? കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ നല്ലൊരു വാഴത്തോട്ടം തന്നെ ഉണ്ടാക്കി. കെയർഫുള്ളി ഹി ടുക്ക് ദ ബോട്ടിൽ ടു ദ സേജ്. കെയർഫുള്ളി, ശ്രദ്ധയോടുകൂടി രാമനാഥ എന്ത് ചെയ്തു? ഹി ടുക്ക് ദ ബോട്ടിൽ ടു ദ സേജ്. ആ ബോട്ടിൽ സേജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ മുനിയുടെ, ആ ജ്ഞാനിയായ മനുഷ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ദ സേജ് സ്മൈൽഡ് ആൻഡ് മട്ടേഡ് സംതിങ് ഓവർ ദ വാട്ടർ.
സേജ് എന്ത് ചെയ്തു? സ്മൈൽഡ്, പുഞ്ചിരിച്ചു, ചിരിച്ചു. ആൻഡ് മട്ടേഡ് എന്ന് പറഞ്ഞാൽ സ്പോക്ക് ഇൻ എ ലോ വോയിസ്, ചെറിയ വോയിസിൽ സംസാരിക്കുക, ചെറിയ സൗണ്ടിൽ സംസാരിക്കുക. അതായത് പിറുപിറുത്തു, എന്തോ ഒന്നിങ്ങനെ പിറുപിറുത്തു, എന്തോ ഒന്ന് മന്ത്രിച്ചു. സംതിങ് ഓവർ ദ വാട്ടർ, ആ വാട്ടറിൻ്റെ മുകളിലേക്ക് എന്തോ ഇങ്ങനെ പറഞ്ഞു, ചെറിയ സൗണ്ടിൽ പറഞ്ഞു, ആ ബോട്ടിൽ കൊണ്ടുവന്ന ആ മഞ്ഞുതുള്ളിയുടെ മുകളിലേക്ക്. ദെൻ ഹീ റിട്ടേൺഡ് ദ ബോട്ടിൽ ആൻഡ് സെഡ്, അതിനുശേഷം രാംനാഥൻ ആ ബോട്ടിൽ തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ട്രൈ ഇറ്റ് ഔട്ട്, ഇത് ട്രൈ ചെയ്തോളൂ. ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ. രാംനാഥ സ്പ്രിങ്കിൾഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓൺ എ കോപ്പർ വെസൽ. രാംനാഥ് എന്ത് ചെയ്തു? സ്പ്രിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ തളിച്ചു. സ്പ്രിങ്കിൾഡ് എ ഫ്യൂ ഡ്രോപ്സ്, അതിൻ്റെ കുറച്ച് തുള്ളികൾ എന്തിനു മുകളിലാണ് തളിച്ചത്? കോപ്പർ വെസലിൻ്റെ മുകളിൽ തളിച്ചു, ഒരു കോപ്പറിൻ്റെ പാത്രത്തിൻ്റെ മുകളിൽ തളിച്ചു. ആൻഡ് വെയിറ്റഡ് ഫോർ ഇറ്റ് ടു ടേൺ ടു ഗോൾഡ്, എന്നിട്ട് വെയിറ്റ് ചെയ്തു, അത് ഗോൾഡ് ആവാൻ വേണ്ടിയിട്ട് രാമനാഥൻ വെയിറ്റ് ചെയ്തു. ടു ഹിസ് സർപ്രൈസ് നത്തിങ് ഹാപ്പൻഡ്. ടു ഹിസ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി സിറ്റുവേഷൻ വേർ സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഓർ അൺലൈക്ലി ഹാപ്പൻഡ്. അതായത് രാംനാഥന് ഇഷ്ടമില്ലാത്ത രീതിയിൽ, രാംനാഥൻ പ്രതീക്ഷിക്കാതെ സംഭവിച്ചു. ഒന്നും സംഭവിക്കില്ല, ഇങ്ങനെ ഇതെല്ലാം അന്ധവിശ്വാസം മാത്രമാണ് അല്ലേ. അപ്പോൾ ആ വെള്ളം ഇതിൻ്റെ മുകളിൽ തളിച്ചതുകൊണ്ട് അത് ഗോൾഡായിട്ട് മാറുകയൊന്നുമില്ല. അപ്പോൾ ടു ഹിസ് സർപ്രൈസ് നത്തിങ് ഹാപ്പൻഡ്, ഒന്നും സംഭവിച്ചില്ല. ദിസ് ഈസ് ചീറ്റിംഗ് ഹി ടോൾഡ് ടു ദ സേജ്. അപ്പോൾ രാംനാഥൻ സേജിനോട് പറഞ്ഞു, ദിസ് ഈസ് ചീറ്റിംഗ്, ഇത് ചതിയാണ്, ഇത് നിങ്ങൾ എന്നെ പറ്റിച്ചതാണ്, എന്നെ ചതിച്ചതാണ്. ഐ ഹാവ് വേസ്റ്റഡ് 6 precious years ഓഫ് മൈ ലൈഫ്. ഞാൻ എൻ്റെ പ്രീഷ്യസ് ആയിട്ടുള്ള വിലയേറിയ 6 വർഷങ്ങൾ, എൻ്റെ ലൈഫിലെ 6 വർഷങ്ങൾ വേസ്റ്റ് ചെയ്തു, വെറുതെ അധ്വാനിച്ച് വേസ്റ്റ് ചെയ്തു എന്ന് രാംനാഥൻ സേജിനോട് പറഞ്ഞു. ബട്ട് സേജ് മഹിപതി ഓൺലി സ്മൈൽഡ് ആൻഡ് കോൾഡ് മധുമതി ടു കം ഫോർവേഡ്. അപ്പോൾ സേജ് മഹിപതി എന്ത് ചെയ്തു? സ്മൈൽ ചെയ്തു, ചിരിച്ചു. ആൻഡ് കോൾഡ്, എന്നിട്ട് വിളിച്ചു, മധുമതിയെ വിളിച്ചു, ഈ രാംനാഥൻ്റെ വൈഫ് മധുമതിയെ വിളിച്ചു. ടു കം ഫോർവേഡ്, മുന്നോട്ട് വരാനായിട്ട് പറഞ്ഞു. ഷീ കെയിം വിത്ത് എ ബിഗ് ബോക്സ്. അവൾ എങ്ങനെയാണ് വന്നത്? അവളുടെ കയ്യിൽ ഒരു ബിഗ് ബോക്സ് ഉണ്ടായിരുന്നു, ഒരു വലിയ ബോക്സ് ഉണ്ടായിരുന്നു. വെൻ ഷീ ഓപ്പൺഡ് ഇറ്റ്, അവൾ അത് തുറന്നപ്പോൾ ഇൻസൈഡ് ഷൈൻഡ് സ്റ്റാക്സ് ഓഫ് ഗോൾഡ് കോയിൻസ്. അതിൻ്റെ അകത്ത് എന്താണ് തിളങ്ങിയത്? ഷൈൻഡ്, തിളങ്ങി. സ്റ്റാക്സ് ഓഫ് ഗോൾഡ് കോയിൻസ്. സ്റ്റാക്സ് ഓഫ് ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങളുടെ കൂട്ടം. സ്റ്റാക്സ് എന്ന് പറഞ്ഞാൽ കൂട്ടം, സ്വർണ്ണ നാണയങ്ങളുടെ കൂട്ടം അതിൻ്റെ അകത്ത് തിളങ്ങി. Now the sage turned to the very surprised Ramnatha and said. അപ്പോൾ സേജ് എന്ത് ചെയ്തു? അതിശയിച്ച് നിൽക്കുന്ന, വെരി സർപ്രൈസ്ഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന രാംനാഥൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് സേജ് പറഞ്ഞു, ഈ ജ്ഞാനിയായ മനുഷ്യൻ പറഞ്ഞു, there is no magic potion that can turn things into gold. ഒരു മാജിക് പോഷനും ഇല്ല, ഒരു മാന്ത്രിക മരുന്നും ഇല്ല. that can turn things into gold. വസ്തുക്കളെ ഗോൾഡാക്കി മാറ്റുന്ന അങ്ങനത്തെ ഒരു മാന്ത്രിക മരുന്നും ഇല്ല. you work hard on your land and created this plantation. നീ നിങ്ങളുടെ സ്ഥലത്ത് ഹാർഡ് വർക്ക് ചെയ്തു, നന്നായിട്ട് അധ്വാനിച്ചു, കഠിനാധ്വാനം ചെയ്തു. ഇങ്ങനെ ഒരു പ്ലാന്റേഷൻ, ഇങ്ങനെ ഒരു തോട്ടം ക്രിയേറ്റ് ചെയ്തു, ഉണ്ടാക്കിയെടുത്തു. വൈൽ യു ലുക്ക്ഡ് ആഫ്റ്റർ ദ ട്രീസ്. നിങ്ങൾ ഈ ട്രീസ് എല്ലാം നോക്കി നടത്തുന്ന സമയത്ത്, വാഴ, ബനാന പ്ലാന്റൊക്കെ നോക്കി നടത്തുന്ന സമയത്ത്, കെയർ ചെയ്യുന്ന സമയത്ത്, യുവർ വൈഫ് സോൾഡ് ദ ഫ്രൂട്ട്സ് ഇൻ ദ മാർക്കറ്റ്. നിങ്ങളുടെ ഭാര്യ ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. ദാറ്റ്സ് ഹൗ യു ഗോട്ട് ദിസ് മണി. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പണം ലഭിച്ചത്. ഇറ്റ് വാസ് യുവർ ഹാർഡ് വർക്ക് ദാറ്റ് ക്രിയേറ്റഡ് ദിസ് വെൽത്ത്. ഇത് നിങ്ങളുടെ ഹാർഡ് വർക്കാണ്, അതാണ് നിങ്ങൾക്ക് ഇത്രയ്ക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ സഹായിച്ചത്. നോട്ട് മാജിക്, അല്ലാതെ മാജിക് അല്ല, മാന്ത്രികം ഒന്നുമല്ല. ഇഫ് ഐ ഹാഡ് ടോൾഡ് യു അബൌട്ട് ദിസ് ഏർലിയർ, ഞാനിത് നിങ്ങളോട് ഇതിനു മുമ്പേ ആദ്യമേ പറയുകയായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് നോട്ട് ലിസൺ ടു മീ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കില്ലായിരുന്നു, ഞാൻ പറയുന്നത് അനുസരിക്കില്ലായിരുന്നു. സോ ഐ ഹാവ് പ്ലേഡ് എ ട്രിക്ക് ഓൺ യു. അതുകൊണ്ടാണ് ഞാനൊരു ട്രിക്ക് നിങ്ങളിൽ കളിച്ചത്, നിങ്ങളുടെ ഒരു തന്ത്രം കളിച്ചത്. Ramnatha understood the wisdom behind these words and worked even harder on his plantation from that day on.
വിസ്ഡം എന്ന് പറഞ്ഞാൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ രാംനാഥ് മനസ്സിലാക്കി ദ വിസ്ഡം, ആ അറിവ്, ആ വിസ്ഡം എന്ന് പറഞ്ഞാൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് നല്ല അറിവ്. ആ അറിവ് രാംനാഥൻ മനസ്സിലാക്കി. കാര്യങ്ങൾ സേജ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ രാംനാഥൻ മനസ്സിലാക്കി. ബിഹൈൻഡ് ദീസ് വേർഡ്സ്, ആ വാക്കുകളുടെ പുറകിലുള്ള അത് രാംനാഥൻ മനസ്സിലാക്കി. ആൻഡ് വർക്ക്ഡ് ഈവൻ ഹാർഡർ ഓൺ ഹിസ് പ്ലാന്റേഷൻ ഫ്രം ദാറ്റ് ഡേ ഓൺ. ആ ദിവസം മുതൽ ഈവൻ ഹാർഡർ എന്ന് പറഞ്ഞാൽ അതിലും കൂടുതൽ കഠിനാധ്വാനം ചെയ്തു. അവന് തോട്ടത്തിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്തു. അവന് ഒരുപാട് സമ്പത്തൊക്കെ ലഭിക്കുകയും ചെയ്തു. ആരാണ് എഴുതിയത്? സുധാ മൂർത്തി. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.